മഴവിൽ അർമാദം ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. My plan is going to my home for vacation. Okay. So, I was thinking maybe you can shift your family to my home. What do you think? Any problem, Habib? Don't worry. Already I paid the rent. എന്തല്ലേ TV അല്ല തിയേറ്ററാണ്. എന്താല്ലേ എന്താണാവോ ഇത് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല എനക്ക്. ടച്ചാടി ടച്ചാ. ഇതാണ് എന്തോ ആണ് ഇവളെ. ഷാനമോളെ ഫ്രിഡ്ജടി. അല്ല ഇതെങ്ങനെ? ഇപ്പോഴെന്റെ ശ്വാസം നേരെ വന്നത്. ഇതുവരെ ബുർജ് ഖലീഫ നിന്നെ കാണിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പില്ലായിരുന്നു. ഇപ്പൊ ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ബുർജ് ഖലീഫ കാണണം. ഓക്കെ ഷാന, അതിൽ നോക്ക്. ഷാന പോയിരുന്നോ മോനെ കൊച്ചു. ഞാൻ കുറച്ച് ഫോട്ടോ അയച്ചിട്ടാ. ബുർജ് ഖലീഫന്റെ ഫോട്ടോ അതിന്റെ ബാക്കിൽ വരും. അപ്പൊ നമുക്ക് കാണട്ടെ ബാക്കി. ഓക്കെ കുളത്ത് ചാടാൻ പേടില്ലാതെ സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടണം. എടാ കൊച്ചു, കണ്ടെന്ന് എനിക്ക് അറിയട്ടാ. എന്താ ചെന്ന് മിണ്ടാത്തെ? ഗുഡ് മോർണിംഗ് ഗായ്സ്. കണ്ടില്ലേ ഞങ്ങൾ ഉമ്മയോട് ബോറടിച്ചിരിക്കണേ? ഇതാണ് ഞങ്ങളെ വീട്ടിലെ സൈക്കിൾ. കണ്ടില്ലേ ദിലുഷാണ് ഇവിടെ വെറുതെ ദിലു ഒന്നിങ്ങോട്ട് കേറി, എനിക്ക് വെയിലത്തിരിക്കാൻ വയ്യ. ഇതാണ് ഞങ്ങളെ ഇവിടുത്തെ സെക്യൂരിറ്റി. സെക്യൂരിറ്റി സെക്യൂരിറ്റി അതാണ് ഞങ്ങൾ അയൽവാസി അറബി. تعال تعالني ليش تصور واي تيك فوتو without permission ها يلا ديليتد ديليت حذفها no permission no photo പാവടാ ഒരാൾക്ക് ചീത്തട്ടിയേ. എനിക്ക് അറബി അറിയാത്ത മൂപ്പയുടെ ഭാഗ്യം. അതിന് മൂപ്പര് ഇംഗ്ലീഷിലല്ലേ അറിഞ്ഞ്. അതിനെനിക്ക് ഇംഗ്ലീഷും അറിയില്ലല്ലോ. പാവല്ലേ പോട്ടെ. മാറിക്ക്. ഹലോ ഹബീബ്. How are you? Who are you? എന്നാ who are you? ഹുസൈൻ. ഹബീബ് മാമ. ഹബീബ് അങ്കിൾ. ഈ ഗേറ്റ് എങ്ങനെ തുറക്കുക? നിങ്ങളെ ആ ഗേറ്റിന് മുന്നേ പോയി നിട്ടേ കൈ കൂപ്പിട്ട് ഇങ്ങനെ പറയണോ, മന്ത്രം കുന്ത്രം സമ്പ്രദായം. മന്ത്രം കുന്ത്രം സമ്പ്രദായം. തുറക്കുന്നുണ്ട് തുറക്കുന്നുണ്ട്. ഒന്ന് പോടാ കള. എന്നടാ എന്റെ കളി. നിങ്ങൾക്ക് കളിക്കോപ്പൊക്കെ ഇഷ്ടായോ? ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടൂല. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടും. ഇത്രയും ഫിനിഷിംഗ് ഉണ്ടാവൂല. പിന്നെ
എന്താ ഇടാ അതിലൊന്നുമില്ല, എന്റെ തുണി കുപ്പായ. എന്താണ് മക്കളെ ഇത്? ആ കുഞ്ഞാക്ക സ്നേഹത്തോടെ വാങ്ങി തന്ന സാധനങ്ങൾ ഇതൊക്കെ. അപ്പൊ മുഖത്ത് ഇച്ചിരി സന്തോഷം കാണിച്ചു നിങ്ങൾക്ക് സന്തോഷം എന്തേ? അതും ഈ താവളനെ കൊണ്ട്. അയ്യപ്പെന്താ? ആയിക്കോട്ടെ, കാണിച്ചുതരാ. ഷാനമോളെ വാ. കുഞ്ഞാക്കാൻ്റെ ഒരു മൊയല്. ഷാനമോളെ നോക്കൂ, എന്റെ തവളയുടെ കണ്ണുകൾ കത്തുന്നു. എടാ സൂക്ഷിച്ച് തല മുട്ടുണ്ടാ. പടച്ചോനെ, കുട്ടികളെ കൊണ്ട് ഞാൻ തോറ്റ്. ഈ കുട്ടികളൊരു ബഹളം. നിങ്ങൾ ഒച്ചൻ്റെ അങ്ങോട്ട് മാറിന്ന് കളിച്ചോളി. എന്തിനാണ് കുഞ്ഞാക്ക ഈ കുട്ടിയൊക്കെ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കണേ? ഓരൊക്കെ വലിയ കുട്ടികളായില്ലേ, നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ വെറുതെ പൈസ കളയാൻ? ഓൾക്ക് കുട്ടിക്കാലം പരമാവധി കിട്ടണം. ഓലൊന്നും അറിയരുത്. അവരിങ്ങനെ ഓരുടെ ലോകത്ത് കളിച്ച് രസിക്കണം. ഇത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഓട്ടോമൊബൈലൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി വാങ്ങിയേനെ. അവന്റെ തമാശ. നിങ്ങൾക്ക് ജ്യൂസിന് മധുരം കുറവോ കൂടുതലോ? കൂടുതലും വേണ്ട, കുറവും വേണ്ട. ഒരു മദ്യത്തിൽ പിടിച്ചോ. മദ്യം? ലാ ഹൗല വല. അത് മദ്യം, ഇത് മദ്യം. നടു ഈ സ്ലേറ്റ് മനസ്സിലെടുത്തിട്ട് വാ, ഞാൻ പഠിപ്പിച്ചുതരാം. അസ്സലാമലൈക്കും. വാലേക്കും ഇസ്ലാം. കുഞ്ഞാക്കകത്തുണ്ടോ? ആണ്ട്. അമ്മായി വിളിച്ചിരുന്നു. അന്ന വിളിച്ചിരുന്നു. ഇല്ല. എന്താ? കുഞ്ഞാക്ക് ഇവിടെ നിൽക്കാനുള്ള രേഖകളുണ്ടോന്ന് അമ്മായിക്ക് ഒരു ഡൗട്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് ചോദിക്കാതെ വിട്ട് അമ്മായി അത് അലമ്പാക്കും. അത് നിങ്ങൾക്ക് ചോദിച്ചാ പോരെ? ചോദിച്ചതിന് ഉത്തരല്ലോ മൂപ്പർ പറയാ. അത് ശരിയാ. നിക്ക, ഞാൻ ഒരു ഐറ്റി എടുക്കും. ഇച്ചിരി കൂടെ നിന്നാ മതി. അസ്സലാമലൈക്കും കുഞ്ഞാക്ക. വാലേക്കും അസ്സലാം. അറബ എന്താണ്? റെഡിയായി വാ. കൊടുത്ത് കൊണ്ടുവരുന്ന കേട്ടുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. മാമ ഫസ്റ്റ് ഇതാ മൊബൈല്. സ്ലൈഡ്. എന്റെ ഫോൺ. ഞാൻ ക്രയോൺ വെച്ച്. കണ്ണിലല്ല, താഴെ വെക്കി. ഇനി എന്താ? ഇനി എന്താ വെച്ചാല് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെക്കുക. അവസാനം വരെ വെക്കാൻ സാധനങ്ങൾ കയ്യിലുള്ളവര് ജയിക്കും. ഇതെന്തൊരു തല്ലിപ്പൊളി കളിയാണ്. സത്യം. ഹബീബ, ഈ കളിയിൽ ഈയും കുടുംബം എന്നോട് തോൽക്കും കേട്ടോ. കാരണം എന്റെ അടുത്തുള്ള അത്രയും കുണ്ടാവണ്ടികൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല. നോക്കിക്കോ. കളിയായാലും കുറച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം തരണ്ടേ? കളിയിലായാലും ജീവിതത്തിലായാലും പ്രിപ്പയർ ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. മോമ വെച്ചോ. എന്റെ വീടിന്റെ താക്കോല്. എന്നാ ഞാൻ എന്റെ ചാവി വെച്ച്. ഞാൻ എന്റെ വാച്ച് വെക്കാൻ പോവാ. എന്നാ ഞാനും എന്റെ വാച്ച് വെച്ച്. മാമ ഇതൊക്കെ എന്താ? മോമ മുഴുവൻ കച്ചറയാണല്ലോ വെക്കണേ. എടാ, കിട്ടിയതാടാ. ടൂത്ത് പിക്ക്. ഇതെന്തിനാ മാമ ടൂത്ത് പിക്ക് കൊണ്ടടക്കണേ? എപ്പോഴാ ഒരു ആവശ്യം വേണമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ തന്നെ ഒരു അത്യാവശ്യം വന്നില്ലേ, കണ്ടില്ലേ? ഷാനുമൊക്കെ വിടാനുള്ള പരിപാടി ഇല്ല. എന്നാ ഞാൻ എന്റെ പേഴ്സ് വെച്ച്. ഞാൻ എന്റെ വള വെച്ച്. ഞാൻ അവസാനം വെക്ക് വെക്ക്. മാമ മാമ വെക്കേ. മൂടിയോ? ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ പഴയ 25 പൈസയാ. 10-27 കൊല്ലം മുമ്പ് ഞാനിവിടെ വരുമ്പോൾ ആകെപ്പാടെ എന്റെ ഉണ്ടായിരുന്ന ഇതാ. ഇനി ഒന്നും ഇല്ലാണ്ട് ഈ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വന്നാലും എന്റെ ധൈര്യം തൊട്ടാ അത് വെച്ചിട്ടാ. ഞാൻ തോറ്റ്, എന്റെ കയ്യിലൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ ഉമ്മയും തോറ്റ്. പാപ്പയമ്മയും തോറ്റ്. ഇവനാണല്ലേ തോറ്റപ്പ എന്താ കുഴപ്പം? വിളിക്കണ്. ഈ ഇങ്ങനെ മുത്തുകള് പൊറുക്കി പൊറുക്കി ഇട്ട മാമ തോക്കിയുള്ളൂ. ഇനി മാമാന്റെ ആ പാടെയുള്ള ഇതാ. ഇത് സൂക്ഷിക്കാൻ വേണ്ടിയാ മാമ ഈ പേഴ്സ് തന്നെ കൊണ്ട് നടക്കണത്. ഒന്നുമല്ല, നമ്മുടെ ഈ പരക്കം പാച്ചിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണ് പോയാ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടരുതല്ലോ. അത് വെച്ച് ഇനി ഇന്റെ അടുത്ത് ആ പാടെയുള്ള ഈ പേഴ്സാണ്. മാമ തോറ്റ്. ഇത് കൂടെ വെച്ച് ല്ലേ എന്താണ്ടാ ഒന്നുമില്ല മാമ. എന്താ നിങ്ങള് എന്നാ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഞാൻ വിചാരിച്ചാ ജയിക്കായിരുന്നു. ഇന്നത്തെ കളി ഇനി സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്റെ പുറത്തെടുക്കാൻ. ഞാൻ ഇത് എടുക്കായിരുന്നു അറിയോ? നമ്മളെ കുട്ടികള് കളി തോക്കാതിരിക്കാനാ. ഓ പിന്നെ കുഞ്ഞാക്കണ്ട ഇനി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പോയിക്കാണി മാമങ്ങള്. ഈ കാണ് ഇത് കണ്ട, ഇത് ഞാൻ പുറത്തെടുത്താ. ഡ്രൈവിംഗ് ലൈസൻസ് സെപ്പറേറ്റ് സൈഡ് കാണ്. നോക്കട്ടെ. എന്താടാ ഈ ഇതുവരെ എമറേറ്റ് സൈഡ് കണ്ടിട്ടില്ലേ? അന്റെ നോട്ടം കണ്ട എനിക്ക് സംശയം തോന്നില്ല അനക്ക് എമറേറ്റ് സൈഡ് ഉണ്ടോന്ന്.
മോളെ കഥീജ ചെക്കൻ്റെ വീടും പത്രാസൊക്കെ കാണുമ്പോൾ മൊത്തത്തിലൊരു കള്ളത്തിന് മണക്കലുണ്ട് കേട്ടോ. അല്ല കുഞ്ഞാക്ക, ആ ഇങ്ങക്ക് ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ പോയിക്കൂടെ? അതൊരു കാര്യം. അമ്മായും കുട്ടികളൊക്കെ പാടെ പാവല്ലേ? പോണം. ഇനി പോയാൽ ഒടുക്കത്തെ പോക്ക. അതാ ഞാൻ വൈകിക്കണേ. അല്ലാണ്ട് ഈ വയസ്സാക്കാലത്ത് ഇനിയും തിരിച്ചു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാ? അതൊക്കെ നിങ്ങൾ കുട്ടികൾ എടാ ആ? ഇവർക്ക് വിസിറ്റ് വിസ മാറ്റിയിട്ട് ഫാമിലി വിസ ആക്കി കൊടുക്കണ. ഇൻഷാല്ലാ മാമ.